ഇന്ത്യയോട് കളിക്കുമ്പോൾ തുർക്കി ആലോചിക്കാത്തൊരു കാര്യമുണ്ട്. തുർക്കിക്ക് പണി കൊടുക്കാനുള്ള ഏറ്റവും നല്ല മാർഗം എന്ന് പറയുന്നത് തുർക്കിക്കുള്ളിൽ തന്നെയാണ് ഇരിക്കുന്നത് എന്നുള്ളതാണ്. അതായത് നമ്മൾ പാകിസ്ഥാന് ഇന്ത്യ പണി കൊടുത്തത് 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതിനു ശേഷം നരേന്ദ്രമോദി സർക്കാർ പറഞ്ഞ ഒരു കാര്യമുണ്ട്. പാകിസ്ഥാൻ കശ്മീരിന് വേണ്ടി മുറവിളി കൂട്ടിയപ്പോൾ ആദ്യം നിങ്ങൾ ബലൂചിസ്ഥാൻ്റെ കാര്യം പോയി തീരുമാനമാക്കൂ, എന്നിട്ട് നമുക്ക് കശ്മീരിൻ്റെ കാര്യം സംസാരിക്കാമെന്നാണ്. അതുപോലെ തന്നെ 10 വർഷത്തിനിപ്പുറം ബലൂചിസ്ഥാൻ സ്വതന്ത്ര പ്രഖ്യാപനം നടത്തി ഇവിടെ നിൽക്കുകയാണ്. ഇനി തുർക്കിയിലേക്ക് വരികയാണെങ്കിൽ തുർക്കിക്കകത്തും ഇത്തരത്തിലൊരു വിഭാഗമുണ്ട്. അവർക്കൊരു പ്രത്യേക രാജ്യം വേണമെന്ന് പറഞ്ഞ് വാദിക്കുന്ന ഒരു വിഭാഗമാണ്. അവരുടെ പേരാണ് കുർദുകൾ. ഈ കുർദിസ്ഥാൻ എന്ന് പറയുന്ന ഒരു രാജ്യമാണ് അവർ പ്രധാനമായിട്ടും വാദിക്കുന്നത്. കുർദിസ്ഥാൻ എന്ന് പറയുന്ന രാജ്യം അവരുടെ വിശാല കുർദിസ്ഥാനിൻ്റെ മാപ്പ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. അതിനകത്ത് ഇറാഖിൻ്റെ ഭാഗങ്ങൾ, ഇറാൻ്റെ ഭാഗങ്ങൾ, തുർക്കിയുടെ ഭാഗങ്ങൾ, അങ്ങനെ പല രാജ്യങ്ങളുടെ ഭാഗങ്ങൾ വരും. എന്തായാലും അത് നടക്കില്ല എന്നുള്ളത് കൊണ്ട് തന്നെ കുർദുകളെ ഇപ്പോൾ തുർക്കി അതിനകത്ത് കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് വേറൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ഇന്ത്യ ഈ വിഷയം ഉന്നയിക്കാൻ പോകുന്നു ഐക്യരാഷ്ട്ര സംഘടനയിലടക്കം, സഭയിലടക്കം എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും തുർക്കിയിൽ ഇന്ത്യക്ക് കടുത്ത പ്രതിസന്ധി തുർക്കി കാരണം ഇന്ത്യക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് പല സമയങ്ങളിൽ. രഹസ്യ റിപ്പോർട്ടുകൾ പ്രകാരം തുർക്കി പാകിസ്ഥാനിലെ തീവ്രവാദ സംഘടനകളെ പിന്തുണയ്ക്കുക മാത്രമല്ല, അൽ ഖ്വയ്ദ, ഐസിസ്, HTC തുടങ്ങിയ തീവ്രവാദ സംഘടനകളെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് തുർക്കി നാറ്റോയിൽ അംഗമാണെങ്കിൽ മറുവശത്ത് അത് തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയും അതിർത്തിക്കുള്ളിൽ കുർദുകളെ അടിച്ചമർത്തുകയും ചെയ്യുന്നുണ്ട്. ഇത് തുർക്കിയുടെ കാപട്യത്തെ വ്യക്തമായി കാണിക്കുന്നു. കുർദിഷ് വിമതരെ തീവ്രവാദികളാക്കി മുദ്രകുത്തി അവർക്കെതിരെ തുർക്കി വളരെ കാലമായി നടപടി സ്വീകരിച്ചു വരികയാണ്. പാകിസ്ഥാന്റെ ഭീകര ശൃംഖലയെയും തുർക്കിയുടെ പിന്തുണയെയും താരതമ്യം ചെയ്യാൻ ഇന്ത്യ ഈ വിഷയം ഒരു ആയുധമായി ഉപയോഗിച്ചേക്കും എന്നുള്ള റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അതായത് തുർക്കി ഭയന്നത് തന്നെ സംഭവിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ സർജിക്കൽ സ്ട്രൈക്കും നയതന്ത്രപരമായിട്ടുള്ള സർജിക്കൽ സ്ട്രൈക്കും നൽകാൻ നമ്മുടെ രാജ്യത്തെ പ്രധാനമന്ത്രിയെ കഴിഞ്ഞേ ഉള്ളൂ, ലോകത്തെ മറ്റേത് നേതാക്കളും എന്ന് നമുക്ക് കൃത്യമായി അറിയാം. എന്തായാലും തുർക്കിക്കകത്ത് നടക്കുന്ന ഒരു വിഷയമാണ്. നമ്മുടെ രാജ്യത്തിനകത്ത് ഇതുപോലുള്ള ആഭ്യന്തര കലാപങ്ങൾ ഉണ്ടാക്കാൻ ധാരാളം സമയം ഇവരൊക്കെ ശ്രമിച്ചിട്ടുണ്ട്. കർഷക സമരം, പൗരത്വ നിയമ ഭേദഗതിയിലൂടെയൊക്കെ നമ്മുടെ രാജ്യത്തും ആഭ്യന്തര കലാപം, രാജ്യത്തെ മുസ്ലിങ്ങളെ ഇളക്കിവിട്ട്, രാജ്യത്തെ കർഷകരെ ഇളക്കിവിട്ട് എന്ന ഒരുപാട് സംഭവ വികാസങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു ആഭ്യന്തര കലാപം നമ്മുടെ രാജ്യത്ത് നടക്കാതെ പോയത് നമ്മുടെ രാജ്യത്തിൻ്റെ ഇച്ഛാശക്തി ഒന്നുകൊണ്ട് മാത്രമാണ്, പോരാത്തതിന് ശക്തമായിട്ടുള്ള ഭരണകൂടവും. എന്നാൽ തുർക്കി, പാകിസ്ഥാൻ എന്ന് പറയുന്ന രണ്ട് രാജ്യങ്ങൾ അത് ഉണ്ടായ സമയം മുതൽ തന്നെ അതിനകത്ത് ഞങ്ങൾ വിമതരാണ് എന്ന് പറഞ്ഞു കഴിയുന്നപ്പോൾ, പാകിസ്ഥാനിലാണെങ്കിൽ പാകിസ്ഥാൻ ഉണ്ടായ കാലം മുതലേ ബലൂചിസ്ഥാൻ പറയുന്നതാണ് ഞങ്ങൾക്ക് പാകിസ്ഥാൻ വേണ്ട, ഞങ്ങൾക്ക് സ്വതന്ത്ര രാജ്യം വേണം എന്നുള്ളത്. ഇവർ തുർക്കിയിൽ അതുപോലെ തന്നെയാണ്. കുർദുകൾക്ക് അവർക്ക് സ്വതന്ത്രമായിട്ടുള്ള ഒരു സ്വയംഭരണാവകാശം വേണം എന്നവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അവരെ മതതീവ്രവാദികളാക്കി മുദ്രകുത്തി തുർക്കി കൊന്നൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം തുർക്കി ഇവരുടെ കാര്യങ്ങൾ അംഗീകരിക്കുകയും പിന്നീട് ഇവരുടെ ശക്തി ഒന്ന് ക്ഷയിച്ചപ്പോൾ തുർക്കി ഇവരെ കൊന്നൊടുക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. എന്തായാലും അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ തുർക്കി ഇന്ത്യയുടെ ഒരു നയതന്ത്രപരമായിട്ടുള്ള നീക്കമാണത്. തുർക്കിക്ക് വലിയ രീതിയിൽ പൊള്ളും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. പാകിസ്ഥാനിലെ ബലൂചിസ്ഥാനികളുടെ കാര്യം നരേന്ദ്രമോദി അന്ന് ആ വേദിയിൽ നിന്ന് നിങ്ങൾ ബലൂചിസ്ഥാനിലെ കാര്യം നോക്കൂ എന്ന് പറഞ്ഞപ്പോൾ ലോകരാജ്യങ്ങളെല്ലാം ബലൂചിസ്ഥാൻ എന്താണെന്ന് സെർച്ച് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്തിനു പറയുന്നു, നമ്മുടെ ഭാരതത്തിൽ പോലും ഇപ്പോഴുള്ള പുതിയ ജനറേഷൻ കുട്ടികൾക്ക് ബലൂചിസ്ഥാൻ എന്താണെന്ന് അറിയില്ലായിരുന്നു. മോദിയുടെ ഈ വാക്ക് കേട്ടാണ് ബലൂചിസ്ഥാൻ എന്താണെന്ന് സെർച്ച് ചെയ്ത് അവർ പോയത്. അതുപോലെ തന്നെ ഇപ്പോൾ തുർക്കിക്കകത്ത് നടക്കുന്ന ഈ വിഷയം, അത് ഭീകരതയ്ക്കെതിരെ ഇപ്പോൾ പോരാടുന്ന ഇന്ത്യ തുർക്കിയെ അടിക്കാൻ ഒരു വടിയാക്കി എടുക്കുമെന്ന് തന്നെയാണ് നമ്മൾ വിചാരിക്കുന്നത്. എന്തായാലും ഭീകരതയ്ക്കെതിരെ നടപടിയെടുക്കുന്നുവെന്ന് അവകാശപ്പെടുകയും അതേസമയം പാകിസ്ഥാൻ പോലുള്ള രാജ്യത്തെ പരസ്യമായി പിന്തുണയ്ക്കുകയും ചെയ്യുന്ന തുർക്കിക്ക് ഇത് വലിയൊരു ശ്വാസം മുട്ടലായി മാറുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇത് നയതന്ത്രപരമായി തുർക്കിയുടെ കാപട്യത്തിന് വലിയ രീതിയിലുള്ള തിരിച്ചടി നൽകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. തീവ്രവാദ സൂത്രധാരനായ പാകിസ്ഥാനെ തുർക്കി പിന്തുണയ്ക്കുക മാത്രമല്ല, അൽ ഖ്വയ്ദ, ഐസിസ്, HTS തുടങ്ങിയ മാരകമായ ഭീകര സംഘടനകളെയും പരസ്യമായി പിന്തുണയ്ക്കുന്നുണ്ട് എന്ന് പല രഹസ്യ റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. ഒരു വശത്ത് അവർ നാറ്റോയിൽ അംഗമാണെങ്കിൽ മറുവശത്ത് അവർ ഭീകരതയെ പരസ്യമായി പ്രോത്സാഹിപ്പിക്കുന്നു. ഈ ഇടപാട് ഇനി ഇവിടെ നടക്കില്ല എന്നുള്ളതാണ് ഇന്ത്യയുടെ കൃത്യമായിട്ടുള്ള തുർക്കിയോടുള്ള നിലപാട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.